ഏവർക്കും നമസ്കാരം. കരിയർ സ്റ്റെപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കുസാറ്റ് ഓഫർ ചെയ്യുന്ന MBA എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നത് ഡോക്ടർ സാം തോമസ് സാറാണ്. സാറ് ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസ് കുസാറ്റിന്റെ ഡീനാണ്. സാറിനെ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് സാറിനോട് ചോദിച്ചറിയാം. ഓക്കെ സർ, നമ്മുടെ കുസാറ്റ് ഓഫർ ചെയ്യുന്ന MBA എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് വിശദമാക്കാമോ സർ? തീർച്ചയായും. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന MBA കോളേജുകളിലൊന്നാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്. 5000-ഓളം MBA പ്രോഗ്രാംസുകൾ ഇന്ന് ഇന്ത്യയിലുണ്ടെങ്കിലും അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് NIRF റാങ്കിങ്ങിൽ 81ാമത്തെ റാങ്ക് കരസ്ഥമാക്കിയ സ്കൂളാണ് നമ്മുടേത്. ഈ സ്കൂളിൽ നിന്ന് കഴിഞ്ഞ വർഷം നമ്മൾ ഓഫർ ചെയ്യുന്ന ഏറ്റവും പുതിയ പ്രോഗ്രാമാണ് MBA എക്സിക്യൂട്ടീവ് പ്രോഗ്രാം. ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു MBA പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രധാന പർപ്പസ് തന്നെ ഇൻഡസ്ട്രിക്ക് ഏറ്റവും റിലവൻ്റ് ആയ ഗ്രാജുവേറ്റ്സിനെ സൃഷ്ടിക്കുകയും അതിന് വേണ്ട സ്കിൽ സെറ്റ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാർ അവർക്ക് വേണ്ട മാനേജ്മെന്റ് സ്കിൽസ് എത്തിക്കുക എന്ന് പറയുന്നതും ഒരു ബിസിനസ് സ്കൂളിന്റെ ജോലിയാണ്. നമ്മൾ പലപ്പോഴും MDP ട്രെയിനിങ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എന്നുള്ള രീതിയിൽ പലപ്പോഴും സ്കൂളുകൾ പ്രോഗ്രാം നടത്താറുണ്ട്. അങ്ങനെ കിട്ടിയ ഫീഡ്ബാക്കിൽ നിന്നാണ് ഞങ്ങൾ ആലോചിച്ചത്, എന്തുകൊണ്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് MBA പ്രോഗ്രാം നടത്തിക്കൂടാ. ആ ചിന്തയിൽ നിന്നാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു MBA എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയത്. ഈ പ്രോഗ്രാം ഇൻഡസ്ട്രി റിലവൻ്റ് ആയ കരിക്കുലം, വളരെ ഫ്ലെക്സിബിൾ ആയ കോഴ്സ് ഡെലിവറി തുടങ്ങിയ കുറേ കാര്യങ്ങളിൽ ഡിഫറെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇതിന്റെ 50% പ്രോഗ്രാമുകളും നമ്മൾ ഓൺലൈൻ മോഡിലാണ് ഡെലിവറി ചെയ്യുക. 50% കോഴ്സുകൾ പ്രോഗ്രാംസ് കുട്ടികളുമായിട്ടുള്ള ഡയറക്റ്റ് ഇന്ററാക്ഷൻ, ക്ലാസ് റൂം ട്രെയിനിങ് വഴിയാണ് നടത്തുക. അങ്ങനെ നമ്മൾ പറയുന്ന ഒരു റൈറ്റ് മിക്സ് ഓഫ് ബ്ലെൻഡഡ് ടീച്ചിങ് നമ്മൾ പറയാറുണ്ട്. അതിന്റെ ഒരു എല്ലാ അഡ്വാൻറ്റേജും കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. പിന്നെ ഇതിന്റെ കരിക്കുലത്തിലേക്ക് വന്നാൽ നമ്മൾ പറയുക ഒരു ഇൻഡസ്ട്രി ക്യൂറേറ്റഡ് പ്രോഗ്രാമാണ്. ഇത് സാധാരണ MBA കരിക്കുലം അതേപടി അഡോപ്റ്റ് ചെയ്യാതെ ആ കരിക്കുലത്തിനെ ഒരേറെ ഇൻഡസ്ട്രി എക്സ്പെർട്ടുകളുമായിട്ടുള്ള അക്കാഡമിക് എക്സ്പെർട്ടുകളുമായുള്ള ഇന്ററാക്ഷൻസ് കൂടെ ഏറ്റവും ഇൻഡസ്ട്രിക്ക് അനുയോജ്യമായ രീതിയിൽ കോഴ്സുകളുടെ ഘടനകൾ മാറ്റി സെലക്ട് ചെയ്ത് ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ്. ഇതിൻ്റെ അകത്ത് പ്രാക്ടിക്കൽ കോമ്പണന്റുകൾക്കും പ്രോജക്റ്റുകൾക്കും വേണ്ട വളരെ അതിനു വേണ്ട ഇൻഫോസിസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാർ, ഈ കോഴ്സിന് ചേരുന്നതിനുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടാവില്ല, അതൊന്ന് സാർ ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വർക്കിംഗ് എക്സിക്യൂട്ടീവുകൾക്ക് വേണ്ടി മാത്രമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന്റെ എലിജിബിലിറ്റി വളരെ കെയർഫുള്ളിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 വർഷത്തെ എക്സിക്യൂട്ടീവ് ലെവൽ അല്ലെങ്കിൽ സൂപ്പർവൈസറി ലെവൽ എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽസിനാണ് നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ ഓഫർ ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുമ്പോൾ അത് IT പ്രൊഫഷണൽസ് ആവാം, എന്റർപ്രണേഴ്സ് ആവാം, ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുമാവാം. 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടാവണം, അവർ കറന്റ്ലി എംപ്ലോയിഡ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ എൻട്രൻസ് എക്സാംസ് എഴുതി അപ്ലൈ ചെയ്യാവുന്നതാണ്. എൻട്രൻസ് എക്സാംസ് പറയുമ്പോൾ ഗവൺമെന്റ് നടത്തുന്ന CAT, CMAT, KMAT എന്നോ തുടങ്ങിയ എക്സാംസുകളാവാം. അത് എഴുതാൻ പറ്റാത്തവർക്ക് ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് അവർ ക്വാളിഫൈ ചെയ്താൽ അവരെ ഇന്റർവ്യൂവിന് വിളിക്കുകയും ഇന്റർവ്യൂവിന്റെ പെർഫോമൻസിനെ കൂടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫൈനൽ സെലക്ഷൻ ഓഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് എക്സ്പീരിയൻസിന് അവർക്ക് വെയിറ്റേജ് ഉണ്ട്, ടെസ്റ്റ് സ്കോറിന് വെയിറ്റേജ് ഉണ്ട്, ഇന്റർവ്യൂവിനും വെയിറ്റേജ് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം ഏറ്റവും മികച്ച ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസിനെ സെലക്ട് ചെയ്ത് അവർ വഴിയുള്ള ഇന്ററാക്ഷനിൽ കൂടെ പിയർ ലേണിംഗ് എന്ന് നമ്മൾ പറയുന്ന ആ ലേണിംഗ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ്. ഇപ്പൊ ഞങ്ങളുടെ കഴിഞ്ഞ വർഷം ആദ്യത്തെ ബാച്ച് തുടങ്ങി വളരെ നല്ല ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് ആണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. പല ഫീൽഡിൽ 2 വർഷം തൊട്ടിട്ട് 20 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള റേഞ്ച് ഓഫ് പ്രൊഫഷണൽസ് ഉണ്ട്, വിവിധ മേഖലകളിൽ വന്നതാണ്. അപ്പൊ അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ വഴിയും ക്ലാസ് റൂം ഡിസ്കഷൻസും എല്ലാം വളരെ എൻറിച്ച്ഡ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ നല്ല ലെവലിലാണ് ഈ പ്രോഗ്രാം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുതിയ ബാച്ചിലേക്ക് ഞങ്ങൾക്ക് വലിയ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഈ SMS-ന്റെ റെഗുലർ MBA പ്രോഗ്രാമിന് തുല്യമാണോ ഈ എക്സിക്യൂട്ടീവ് MBA പ്രോഗ്രാം? അതുമായിട്ട് എങ്ങനെയാണ്, അതൊന്ന് കമ്പയർ ചെയ്ത് സാർ ഒന്ന് പറയാൻ കഴിയുമോ? നമ്മൾ ഓരോ പ്രോഗ്രാമും ഡിസൈൻ ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന്, അതിന്റെ പാർട്ടിസിപ്പൻസിന് മാക്സിമം വാല്യൂ അഡീഷൻ ഉണ്ടാവണം. 2, അവർ പഠിക്കുന്ന പ്രോഗ്രാമിന് ഒരു ലീഗൽ വാലിഡിറ്റി ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടണം. എക്സിക്യൂട്ടീവ് MBA കേസിലും ഇത് ഞങ്ങൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ നടത്തുന്ന റെഗുലർ MBA പ്രോഗ്രാമിന്റെ ഈക്വലന്റ് ആയിട്ട് തന്നെയാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പാർട്ടിസിപ്പൻസിന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ MBA ഡിഗ്രി തന്നെയാണ് കിട്ടുക. ഇതിന്റെ മോഡൽ മാത്രം എക്സിക്യൂഷൻ മോഡൽസിലാണ് മേജർ ഡിഫറൻസ് വരിക. ഓൾറെഡി ഞങ്ങൾക്ക് ഒരു പാർട്ട് ടൈം പ്രോഗ്രാം ഉണ്ട്. അവിടെ എല്ലാ ദിവസവും പാർട്ടിസിപ്പൻസ് ഈവനിങ്ങിൽ 6 to 9 വന്ന് പഠിക്കുന്നു. അവർക്കും ഫൈനലി കൊടുക്കുക MBA ഡിഗ്രി തന്നെയാണ്. സിമിലർലി നമ്മുടെ ഒരു ഇന്റർനാഷണൽ MBA പ്രോഗ്രാം ഉണ്ട്, അവർക്കും കിട്ടുക MBA ഡിഗ്രി തന്നെയാണ്. അതുപോലെ തന്നെയാണ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം. അവരുടെ
മോഡസ് ഓഫ് ഓപ്പറാൻഡി മെത്തഡോളജിയിലും ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ AICT നിഷ്കർഷിക്കുന്ന 102 ക്രെഡിറ്റുകൾ അവർ എയിം ചെയ്യുന്നുണ്ട്. ആ സ്ട്രക്ചർ ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു യൂണിവേഴ്സിറ്റിയുടെ PG പ്രോഗ്രാമിന് വേണ്ട ക്രെഡിറ്റ് റിക്വയർമെന്റുകളൊക്കെ ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി ഈ 2 വർഷ പ്രോഗ്രാമിന് റെഗുലർ MBAയുടെ ഇക്വലന്റ് ആയ ഡിഗ്രി തന്നെയാണ് കൊടുക്കുക. ഡിഗ്രി കഴിഞ്ഞ് കോർപ്പറേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കോർപ്പറേറ്റ് രംഗത്ത് തന്നെ ഉന്നത തൊഴിലവസരങ്ങളിലേക്ക് എത്തിച്ചേരാൻ കുസാറ്റ് നടത്തുന്ന SMS നടത്തുന്ന ഈ പ്രോഗ്രാം, ഈ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം മുതൽക്കൂട്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന കുസാറ്റിന്റെ SMS വിഭാഗത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.